നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. എന്തിലും എളുപ്പവഴി അന്വേഷിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ഈശ്വരപ്രീതിക്കായി ഇത്തരം കുറുക്കുവഴികളില്ല. ഏതൊരു കുറുക്കുവഴികളും അപകടം നിറഞ്ഞതാണ് എന്നതുപോലെ ഈശ്വരാരാധനയിലെ കുറുക്കുവഴികൾ നമ്മെ അപകടത്തിലേക്ക് നയിക്കും. അതിനാൽ നേർവഴി മാത്രം സ്വീകരിക്കുക. ഓരോ ദേവതാ സങ്കല്പവുമായി ബന്ധപ്പെട്ട് ചില ദിവസങ്ങൾ, നാളുകൾ, തിഥികൾ എന്നിവയ്ക്ക് പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. അത്തരം ദിനങ്ങളിലും തിഥികളിലും അതാത് ദേവതമാരുടെ കീർത്തനങ്ങൾ കൂടി സന്ധ്യാനാമത്തിൽ ഉൾപ്പെടുത്തുക. ഐശ്വര്യവർദ്ധനവും ശാന്തിയും സമാധാനവും ലഭിക്കും. ഇന്നത്തെ സന്ധ്യാനാമം ആരംഭിക്കുകയാണ്. കേൾക്കാം. வெற்றிவேல் முருகனுக்கு சின்ன சின்ன முருகா முருகா சிங்கார முருகா 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 சின்ன 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 ஆஹா சின்ன ஓ சின்ன 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 ஆஹா சின்ன ஓ சின்ன சின்ன முருகா முருகா சிங்கார முருகா சின்ன சின்ன முருகா முருகா சிங்கார முருகா பாலும் தேனபிஷேகமும் பாலும் தேனபிஷேகமும் பாலும் தேனபிஷேகமும் பாலும் தேனபிஷேகமும் பக்தர்களில் காவடியும் பக்தர்களில் காவடியும் பார்ப்பவர்கள் உள்ளமெல்லாம் பார்ப்பவர்கள் உள்ளமெல்லாம் பார்ப்பவர்கள் உள்ளமெல்லாம் பார்ப்பவர்கள் உள்ளமெல்லாம் பழங்கிரி தேவனாகி பரங்கிரி தேவனாகி சின்ன சின்ன முருகா முருகா சிங்கார முருகா 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 செந்தூர் கடல் கரையில் செந்தூர் கடல் கரையில் செந்தூர் கடல் கரையில் செந்தூர் கடல் கரையில் பக்தர்களை காத்திடவே பக்தர்களை காத்திடவே பக்தர்களை காத்திடவே பக்தர்களை காத்திடவே பார்ப்பவர்கள் மனமகிழ பார்ப்பவர்கள் மனமகிழ பார்ப்பவர்கள் மனமகிழ பார்ப்பவர்கள் மனமகிழ சூரனே சம்ஹாரம் செய்த சூரனே சம்ஹாரம் செய்த சின்ன சின்ன முருகா முருகா சிங்கார முருகா சின்ன சின்ன முருகா முருகா சிங்கார முருகா சின்ன சின்ன முருகா முருகா சிங்கார முருகா முருகா சின்ன முருகா முருகா சிங்கார முருகா அப்பனுக்கு உபதேசித்தாய் அப்பனுக்கு உபதேசித்தாய் என் அருமை குருநாதனுமை அருமை குருநாதனுமாய் சுவாமி மலையில் அமர்ந்தவனே சுவாமி மலையில் அமர்ந்தவனே சுவாமி மலையில் அமர்ந்தவனே சுவாமி மலையில் அமர்ந்தவனே சுவாமிநாதா குருவையப்பா சுவாமிநாதா குருவையப்பா சின்ன சின்ன முருகா முருகா சிங்கார முருகா சின்ன சின்ன முருகா முருகா சிங்கார முருகா சின்ன சின்ன முருகா முருகா சிங்கார முருகா முருகா சின்ன முருகா முருகா சிங்கார முருகா சின்ன 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 ஆஹா சின்ன
ചിന്ന 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 ആഹാ ചിന്ന ഓ ചിന്ന 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 ആഹാ ചിന്ന ഓ ചിന്ന ചിന്ന മുരുക മുരുക ചിങ്കാര മുരുക ചിന്ന ചിന്ന മുരുക മുരുക ചിങ്കാര മുരുക ചിന്ന ചിന്ന മുരുക മുരുക ചിങ്കാര മുരുക ചിന്ന ചിന്ന മുരുക മുരുക ചിങ്കാര മുരുക. പാല്, തൈര്, നെയ്യ്, തേൻ, ശർക്കര എന്നിവയുടെ കൂട്ടാണ് പഞ്ചാമൃതം. പഴനി പോലെയുള്ള പല സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും പ്രധാന വഴിപാടാണ് പഞ്ചാമൃത നിവേദ്യം. ഇന്നത്തെ കഥയമമ്മ പഞ്ചാമൃതത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയെക്കുറിച്ച് കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ നമ്മൾ കേട്ടു. ഓരോ ദേവതയ്ക്കും ഓരോ ഇഷ്ടപ്പെട്ട നേദ്യവസ്തു അല്ലെങ്കിൽ വിശേഷപ്പെട്ട ഒരു വസ്തു ഉണ്ടാവുമല്ലോ അല്ലേ. ഇപ്പോൾ ഗുരുവായൂരപ്പനാണെങ്കിൽ വെണ്ണക്കണ്ണൻ എന്നാണ് ഭഗവാനെ നമ്മൾ വിളിക്കുകയും ചെയ്യുക. അമ്പലപ്പുഴ കൃഷ്ണൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് പാൽപ്പായസമായിട്ട് മാറും. ഗണപതി ഭഗവാന്റെ അടുത്ത് പോകുമ്പോൾ ഉണ്ണിയപ്പത്തിനും അപ്പത്തിനും അടയ്ക്കൊക്കെയാണ് പ്രാധാന്യം കൂടുതൽ. മഹാദേവനെ സംബന്ധിച്ച് വെറും ധാര തന്നെ ധാരാളമാണ്. ഇങ്ങനെ ഓരോ ദേവതയ്ക്കും ഓരോ വിശേഷപ്പെട്ട വസ്തുക്കൾ നമ്മൾ കൽപ്പിച്ചു കൊടുക്കാറുണ്ട് കഥകളുടെയും പുരാണത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ. ഇങ്ങനെ സുബ്രഹ്മണ്യസ്വാമിക്ക് മാത്രം വിശേഷപ്പെട്ട ഒരു ദ്രവ്യം നമ്മൾ സങ്കല്പിക്കാറുണ്ട്. അത് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് നമ്മൾ കരുതാറുണ്ട്. അത് പഞ്ചാമൃതമാണ്. ആ പഞ്ചാമൃതത്തെക്കുറിച്ചാണ് ഇന്നത്തെ കഥയമമ്മയുടെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. പഞ്ചാമൃതം ഒരു നേദ്യവസ്തുവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആണ്. പഞ്ചാമൃതം നിവേദിക്കാറുണ്ട് പല ക്ഷേത്രങ്ങളിലും. എന്നാൽ പഞ്ചാമൃതത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള മഹത്വം അത് നേദ്യവസ്തു ആവുന്നതിനേക്കാൾ ഒരു പിടി മുകളിൽ നിൽക്കുന്നത് അത് അഭിഷേകദ്രവ്യം ആവുമ്പോഴാണ്. അഭിഷേകദ്രവ്യമായിട്ട് പഞ്ചാമൃതം ഉപയോഗിക്കുന്നതിൽ ഏറ്റവും ഔന്നത്യത്തിലുള്ള ക്ഷേത്രമാണ് സാക്ഷാൽ പഴനി ദണ്ഡായുധപാണി ക്ഷേത്രം, പഴനിയിലെ മുരുകക്ഷേത്രം. പഴനിയിലെ പഞ്ചാമൃതം എന്ന് പറഞ്ഞാൽ അത്രയധികം പ്രസിദ്ധമാണ്. അതിലുപയോഗിക്കുന്ന ഘടകങ്ങൾ തന്നെ വളരെയധികം വില കൂടിയതും അത്ര പെട്ടെന്ന് അങ്ങോട്ട് ലഭ്യമാവാത്തതൊക്കെയാണ്. വീരുപാശി എന്ന് വിളിക്കപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു പഴമാണ് പഞ്ചാമൃതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഒപ്പം തന്നെ ഈ കൽക്കണ്ടം, ഏലയ്ക്ക, ഈത്തപ്പഴം, മുന്തിരി ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഘടകങ്ങളൊക്കെ ചേർത്ത് ഒരുപാട് സമയമെടുത്താണ് ഈ പഞ്ചാമൃതം എന്ന് വിളിക്കപ്പെടുന്ന ഒരു വസ്തു അത് ഉണ്ടാക്കുന്നത്. അത് എത്രത്തോളം കാലം ഇരിക്കുന്നു അത്രത്തോളം അത് കൂടുതൽ രുചികരാവുന്നുള്ള വ്യാഖ്യാനവും കേട്ടിട്ടുണ്ട്. ഇവിടെ പഞ്ചാമൃതം എന്ന് വിളിക്കപ്പെടുന്ന ആ വിശേഷപ്പെട്ട ദ്രവ്യത്തെ അഭിഷേകദ്രവ്യമാക്കി ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിക്കണം എന്ന് ആചാര്യന്മാർ പറഞ്ഞു വെച്ചു. അതിന് പുറകിലുള്ള തത്വം എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. പഞ്ചാമൃതത്തിൻ്റെ രുചി എല്ലാവർക്കും താല്പര്യമുള്ളത് തന്നെയാണ്. അതികഠിനമായിട്ടുള്ള മധുരമാണ് അതിനുള്ളത്. പക്ഷെ അതിൻ്റെ ഔഷധ മൂല്യത്തെക്കുറിച്ച്, അതിലുള്ള തേജസ്സിനെ കുറിച്ചൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സാക്ഷാൽ ഭോഗർ ആദ്യം തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തുന്നത് പരാശക്തിയാണ്. പരാശക്തിയുടെ നിർദ്ദേശപ്രകാരമാണ് ഭോഗർ പിന്നീട് ശ്രീ മുരുകനെ തപസ് ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ബാലമുരുകനായിട്ട് ദണ്ഡായുധപാണിയായിട്ട് ഭഗവാൻ വന്ന് ദർശനം കൊടുക്കുന്നതും. ആ കണ്ടഭാവത്തിൽ ഭഗവാന്റെ ഒരു വിഗ്രഹം ഉണ്ടാക്കണം എന്ന് ഭോഗർക്ക് തോന്നി. ഇത് കാലാകാലം ഇവിടെ ആശ്രയിച്ചു വരുന്ന എല്ലാ ഭക്തർക്കും അഭയസ്ഥാനായിട്ട് ഈ ക്ഷേത്രം ഉണ്ടാവണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണത്തിലാണ് അദ്ദേഹം നവപാഷാണം കൊണ്ട് ശില ഉണ്ടാക്കി ആ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചത്. നവപാഷാണം ഔഷധമാണ്. നവപാഷാണത്തിൽ ഔഷധ ഘടകം ഒരുപാടുണ്ട്. പല മാറാരോഗങ്ങൾക്കും അത് ഔഷധമാണ്. പക്ഷേ ഭഗവാന്റെ വിഗ്രഹത്തിന് ഉണ്ടാവുന്ന തേയ്മാനം അല്ലെങ്കിൽ വിഗ്രഹ ഭാഗങ്ങൾ എടുത്ത് നമുക്ക് ഔഷധമായിട്ട് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്ത് സംഭവിക്കണം? ആ വിഗ്രഹത്തിലുള്ള ഔഷധ മൂല്യത്തെ സാധാരണക്കാരിൽ എത്തിക്കാൻ എന്തെങ്കിലും ഒരു ദ്രവ്യം അല്ലെങ്കിൽ മാർഗം കണ്ടുപിടിക്കണം. അങ്ങനെ ഭോഗർ കണ്ടുപിടിച്ച ഒരു ദ്രവ്യമായിരുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പഞ്ചാമൃതം. ഭഗവാന് രാത്രി പൂജയിൽ ഭഗവാന്റെ ശരീരത്തിൽ വിശേഷപ്പെട്ട ഒരു ചന്ദനം പുരട്ടും എന്ന് കേട്ടിട്ടുണ്ട് പഴനിയിൽ. അത് പിറ്റേ ദിവസമാക്കുമ്പോഴേക്കും അതിൻ്റെ നിറം മാറി അതിന് വലിയ തരത്തിലുള്ള മാറ്റം
സംഭവിച്ചിട്ടുണ്ടാവുന്നതാണ്. എന്ന് വെച്ചാൽ ആ നവപാഷാണ ശിലയിലുണ്ടാവുന്ന താപം കൊണ്ട് ആ വിഗ്രഹത്തിലുണ്ടാവുന്ന വിയർപ്പിന് തുല്യമായിട്ടുള്ളൊരു ദ്രാവകം ഈ ചന്ദനത്തിൽ കലരുകയും അത് അക്കാല ചന്ദനം എന്ന പേരിൽ പ്രസിദ്ധി ആർജിക്കുകയും അത് സർവ്വരോഗങ്ങൾക്കുള്ള ഔഷധമായിട്ട് കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. ആ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ പോയി നമ്മൾ വെറുതെ നിന്നാൽ തന്നെ 27 നക്ഷത്രത്തിലുള്ള ഏത് നാളുള്ള ആളോ ആയിക്കൊള്ളട്ടെ, 9 ഗ്രഹങ്ങൾ കൊണ്ടുള്ള ഏത് ദോഷം ആയിക്കൊള്ളട്ടെ, ആ ദോഷങ്ങളൊക്കെ മാറാൻ തക്ക തരത്തിലത്രേ ഈ നവപാഷാണം കൊണ്ടുള്ള വിഗ്രഹം ഭോഗനുണ്ടാക്കിയത്. അപ്പം ആ വിഗ്രഹത്തിലുള്ള ഔഷധമൂല്യം എന്ന് പറയുന്നത് അത്രയധികം വലുതാണ്. ആ വിഗ്രഹത്തിൽ അടിച്ചിട്ടുള്ള കാറ്റ് നമ്മുടെ ശരീരത്തിൽ അടിച്ചു കഴിഞ്ഞാൽ അത് ഔഷധമായിട്ടാണ് കണക്കാക്കുക. ആ വിഗ്രഹത്തിൽ തട്ടിയിട്ടുള്ള ഒരു പ്രകാശരശ്മി നമ്മുടെ ശരീരത്തിൽ തട്ടിക്കഴിഞ്ഞാൽ അതും ഔഷധമായിട്ടാണ് കണക്കാക്കുക. അത്രയധികം മഹാത്മ്യമാണ് ആ വിഗ്രഹത്തിനുള്ളത്. അപ്പോൾ ആ വിഗ്രഹത്തിലെ ചൈതന്യത്തെ എന്തെങ്കിലും ഒരു ദ്രവ്യം ഉപയോഗിച്ച് നമുക്ക് എടുക്കാൻ സാധിക്കുമെങ്കിൽ, വിഗ്രഹത്തിന് കേടുപാടില്ലാത്ത തരത്തിൽ എടുക്കാൻ സാധിക്കുമെങ്കിൽ എന്തെങ്കിലും വഴികളുണ്ടോയെന്ന് ഭോഗർ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ മാർഗമായിരുന്നു പഞ്ചാമൃതം. പഞ്ചാമൃതം പോലത്തെ ഒരു ദ്രവ്യം ഉണ്ടാക്കി ഭഗവാന്റെ ശരീരത്തിലൂടെ അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വിയർപ്പിന് തുല്യമായിട്ടുള്ള ഔഷധം അതിൽ നിന്ന് ഊറി വരുന്നത് ആ പഞ്ചാമൃതത്തിൽ കലരുകയും അത് സേവിക്കുന്ന ആളുകൾക്ക് ആ ഔഷധ മൂല്യത്തിലോടുകൂടി അവരുടെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാനും ദീർഘകാലം ആരോഗ്യവാന്മാരായിരിക്കാനും ഒക്കെ സാധിക്കും എന്നാണ് പല പണ്ഡിതന്മാരും അവകാശപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഭഗവാൻ പഞ്ചാമൃതം കഴിക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ കഴിക്കുന്നുണ്ടാവാം. പക്ഷെ അഭിഷേകത്തിലൂടെ കിട്ടുന്ന പഞ്ചാമൃതത്തിന് വൈശിഷ്യം കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. പഞ്ചാമൃതം കൊണ്ട് മാത്രമല്ല ഭഗവാൻ അഭിഷേകമുള്ളത്. ഇളനീര് കൊണ്ടുണ്ട്, ചന്ദനം കൊണ്ടുണ്ട്, അതുപോലെ തന്നെ ഭസ്മം കൊണ്ടുണ്ട്. ഇതൊക്കെ ഭഗവാൻ അഭിഷേകം ചെയ്യുന്ന ദ്രവ്യങ്ങളാണെങ്കിലും ഈ പഞ്ചാമൃതത്തിന് ഇതിനെ ആഗിരണം ചെയ്യാനുള്ള ശേഷി വളരെ കൂടുതലാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പഞ്ചാമൃതപ്രിയനായിട്ടുള്ള ഭഗവാൻ തൻ്റെ ഭക്തർക്ക് തൻ്റെ ഉള്ളിലുള്ള ആ വിഗ്രഹത്തിലുള്ള ഔഷധ മൂല്യത്തെയാണ് പ്രസാദമായിട്ട് കൊടുക്കുന്നത് എന്നുള്ള ഭാവത്തോടു കൂടി ആ പഞ്ചാമൃതത്തെ സേവിക്കാൻ നമുക്ക് ശീലിക്കാം. മറ്റൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ചില ക്ഷേത്രങ്ങളിൽ കിടാവിളക്കുകൾ സ്ഥാപിച്ചിരിക്കും. അതിൽ എണ്ണ സമർപ്പിക്കുന്ന ഒരു ആചാരമുണ്ട്. നമ്മുടെ സ്നേഹവിശ്വാസങ്ങളെ പരമാത്മാവിന് സമർപ്പിക്കലാണത്. ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. കടൽക്കാറ്റിലെ ഓങ്കാരനാദം പേരാലിലകളെ തഴുകുമ്പോൾ ചുവട്ടിൽ 10,000-കണക്കിന് മണിനാവുകളിൽ നിന്നുതിരുന്നത് പ്രാർത്ഥനകൾ. പേരാലിൽ മണി കെട്ടുന്നതിന് പിന്നിലുമുണ്ട് ഒരൈതിഹ്യം. ഒരിക്കൽ വൃശ്ചിക മഹോത്സവത്തിന് കൊടിയേറിയ സമയത്ത് അതിൽ നിന്ന് ഒരു ചെറിയ മണി അടർന്ന് താഴെ വീണു. ഇതുകണ്ട ക്ഷേത്രപൂജാരി ആ മണിയെടുത്ത് തൊട്ടടുത്തുള്ള പേരാലിൽ കെട്ടി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അഭിവൃദ്ധിയുണ്ടായി. ഇതിനെ തുടർന്ന് ക്ഷേത്രത്തിൽ ദേവപ്രശ്നം നടത്തി. വരദായിനിയായ അമ്മയുടെ അനുഗ്രഹത്തിന് പേരാലിൽ മണികൾ കെട്ടുന്നത് ഉത്തമമാണെന്ന് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതോടെ അത് പ്രധാന വഴിപാടായി. കായലും കടലും അതിരിടുന്ന ചെറുദ്വീപിൽ ഒരു ക്ഷേത്രം. അവിടെ ഭക്തർ മനമറിഞ്ഞു വിളിച്ചാൽ വിളി കേൾക്കുന്ന ശക്തിസ്വരൂപിണിയായ ദേവി. ആസുരിക ശക്തികളെ നിഗ്രഹിച്ച ഭദ്രകാളി ഭാവത്തിലുള്ള ദേവിയെ ദർശിക്കാൻ ദിവസവും എത്തുന്നത് ആയിരങ്ങൾ. കൊല്ലം ജില്ലയിലെ ചവറ പൊന്മന കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം ഇന്ന് സംസാരസാഗരത്തിൽ പെട്ടുഴലുന്ന ഭക്തർക്ക് അഭയസ്ഥാനമാണ്. ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് ഒത്തിരി സവിശേഷതകൾ നിറഞ്ഞതാണ് കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം. ദാരികനെ വധിച്ച ഉഗ്രമൂർത്തിയുടെ ഭാവമാണ് കാട്ടിൽ മേക്കതിൽ ദേവീ പ്രതിഷ്ഠയ്ക്ക്. ഗണപതി, ദുർഗാദേവി, മാടൻ തമ്പുരാൻ, യക്ഷിയമ്മ, നാഗദൈവങ്ങൾ, യോഗീശ്വരൻ തുടങ്ങിയ ഉപദൈവങ്ങളും ഇവിടെയുണ്ട്. കാട്ടിൽ പടീറ്റ എന്ന കുടുംബം ദേവീ ചൈതന്യം ചമ്പക്കുളത്തുനിന്ന് ഇവിടെ എത്തിച്ചു എന്നാണ് വിശ്വാസം. മാലയിൽ എന്ന തറവാട്ടിലെ കിടാവിളക്ക് കണ്ട് ദേവി തൊഴുതു എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നുണ്ട്.
ഇതിന്റെ പ്രതീകമായി ക്ഷേത്രത്തിലെ കെടാവിളക്കിനെ തൊഴുത ശേഷമാണ് ഭക്തർ ഇന്നും ശ്രീകോവിലിനുള്ളിൽ പ്രവേശിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളും അതിപുരാതനമാണ്. AD 1781 ധനുമാസത്തിലെ പൗർണമി നാളിൽ ഓണാട്ടുകര സന്ദർശിച്ച ശേഷം അനന്തപുരിയിലേക്ക് കായലിലൂടെ വഞ്ചിയിൽ മടങ്ങുകയായിരുന്ന മാർത്താണ്ഡവർമ്മയ്ക്ക് ഇവിടെ വെച്ച് ദേവീദർശനം ഉണ്ടായതായും പറയപ്പെടുന്നു. പിന്നീട് ഇവിടെ ദർശനത്തിനെത്തുന്ന മഹാരാജാവിനും പരിവാരങ്ങൾക്കും താമസിക്കാൻ കായൽ തീരത്ത് ഒരു കൊട്ടാരം പണിതു. കൊട്ടാരമിരുന്ന സ്ഥലം ഇന്ന് കൊട്ടാരക്കടവ് എന്നാണ് അറിയപ്പെടുന്നത്. മറ്റു ക്ഷേത്രങ്ങളിലെങ്ങുമില്ലാത്ത ആചാര വഴിപാട് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നു. ഉദ്ദിഷ്ടകാര്യലാഭത്തിനായി മണി നേർച്ചയാണ് പ്രധാന വഴിപാട്. ശ്രീകോവിലിൽ നിന്ന് പൂജിച്ചു വാങ്ങുന്ന മണി ക്ഷേത്ര പരിസരത്തുള്ള പേരാലിൽ പ്രാർത്ഥിച്ചു കെട്ടിയാൽ ആഗ്രഹം സഫലമാകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. ദേവിയോട് മനസ്സിലെ ആഗ്രഹം പറഞ്ഞ് ക്ഷേത്രമുറ്റത്തെ പേരാൽ മരത്തിൽ ഭക്തർ മണി കെട്ടുന്ന ആചാരം ഇവിടുത്തെ മാത്രം പ്രത്യേകത. ആൽമരത്തിൽ കെട്ടുന്ന ഓരോ മണിയും ഭക്തരുടെ ഓരോ സ്വപ്നങ്ങളാണ്, സങ്കടമുക്തിക്കുള്ള പ്രാർത്ഥനകളാണ്. മണിനാവിൽ നിന്നുതിരുന്ന കിലുക്കങ്ങൾ വരപ്രസാദിനിയായ അമ്മയുടെ അടുക്കൽ ചെന്നെത്തുമെന്നും ആഗ്രഹങ്ങൾ സഫലമാകുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിന്റെ ഉറപ്പാണ് ക്ഷേത്രമുറ്റത്തെ പേരാൽ മരത്തിൽ നിന്ന് സദാ ഉയരുന്ന മണിക്കിലുക്കം. 7 മാസമോ 7 ആഴ്ചയോ 7 ദിവസമോ തുടർച്ചയായി മണികെട്ടിയാൽ ആഗ്രഹം സഫലമാകുമെന്നാണ് വിശ്വാസം. ആഗ്രഹം സഫലമായാൽ ക്ഷേത്രസന്നിധിയിൽ ദേവിക്ക് പൊങ്കാലയിട്ട് നിവേദ്യം സമർപ്പിക്കുന്ന പതിവുമുണ്ട്. ദ്വീപിൽ കുടികൊള്ളുന്ന പരാശക്തിയായ ദേവിയുടെ അനുഗ്രഹസിദ്ധി നേരിട്ടറിഞ്ഞവരാണ് ഭക്തരും പ്രദേശവാസികളും. സുനാമി തിരമാലകൾ തൊട്ടടുത്ത പ്രദേശങ്ങളെ വിഴുങ്ങിയപ്പോൾ ക്ഷേത്രം മാത്രം ചെറുപോറൽ പോലുമേൽക്കാതെ അതിജീവിച്ചു. ഇത് കാട്ടിലമ്മയുടെ അനുഗ്രഹം കൊണ്ടാണെന്നാണ് ഭക്തരുടെ വിശ്വാസം. കടലിനോട് വളരെ അടുത്തുള്ള സ്ഥലമായിട്ടും ക്ഷേത്രാങ്കണത്തിലെ ശുദ്ധജലം ലഭിക്കുന്ന കിണർ അത്ഭുതമാണ്. വളരെ പണ്ട് ക്ഷേത്രപ്പറമ്പിൽ 3 പനകളും 2 കുളങ്ങളും ഉണ്ടായിരുന്നുവെന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ശുദ്ധജലം ലഭിച്ചിരുന്ന ഒരു കുളത്തിലെ വെള്ളം ക്ഷേത്രാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു. മറ്റേ കുളം ക്ഷേത്രത്തിന് സമീപത്തുള്ള പൊതുജനങ്ങളും ഉപയോഗിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയെന്ന പോലെ ക്ഷേത്ര പരിസരത്ത് 5 കിണറുകളും 1 പനയും ഇപ്പോഴുമുണ്ട്. കദംബ വനവാസിനിയായ ശ്രീ ലളിതാ പരമേശ്വരിയെപ്പോലെ ഭക്തരെ ഭവസാഗരം കടത്തുന്ന മോക്ഷപ്രദായിനിയായ കാട്ടിൽ മേക്കതിൽ ദേവിയുടെ ചൈതന്യം തേടി കാതങ്ങൾ താണ്ടി ഭക്തരെത്തുന്നു. അവരുടെ ആഗ്രഹങ്ങളുടെ മണിക്കിലുക്കത്തിന് കൃപ ചൊരിയാൻ അമ്മയും കാത്തിരിക്കുന്നു. ബന്ധങ്ങളും സൗഹൃദവും ദീർഘകാലം നിലനിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്
പരസ്പരം നുണ പറയാതിരിക്കുക എന്നതാണ്. കാരണം കളവ് വിശ്വാസത്തെയും, വിശ്വാസമില്ലായ്മ സ്നേഹത്തെയും, സ്നേഹമില്ലായ്മ ബന്ധത്തെയും തകർക്കും. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.